ഒരു ചിറകുള്ള സ്വപ്നം, ലോകം മുഴുവനും സഞ്ചരിക്കാനുള്ള ഒരു അവസരം. നിങ്ങൾക്ക് ആളുകളുമായിട്ട് ഇടപഴകാൻ ഇഷ്ടമാണോ? സഞ്ചരിക്കാൻ ഇഷ്ടമാണോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദി കോഴ്സ് ഓഫ് ക്യാബിൻ ക്രൂ എന്ന കോഴ്സിനെ പറ്റി അതിന്റെ സാധ്യതകൾ പറ്റിയിട്ടുമാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ ഫ്ലൈറ്റും ഒരു പുതിയ അധ്യായമാണ്, ഒരു പുതിയ ലക്ഷ്യസ്ഥാനമാണ്. പുതിയ സംസ്കാരങ്ങളുമായി ഇടപഴകുകയും പുതിയ ആളുകളുമായി കണ്ടുമുട്ടുകയും ലോകത്തെ ഒരു പക്ഷിയുടെ കണ്ണിൽ കാണുകയും അങ്ങനെ ഒട്ടനവധി. ഇനി എന്താണ് ക്യാബിൻ ക്രൂ? നമ്മളിൽ പലരും തന്നെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മികച്ച സേവനം നൽകുന്ന ഒരു വിഭാഗം പ്രൊഫഷണൽസിനെ വിളിക്കുന്ന പേരാണ് ക്യാബിൻ ക്രൂ. ഇവർ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ക്യാബിൻ ക്രൂ, ഹെയർ ഹോസ്റ്റസ്, ഫ്ലൈറ്റ് അറ്റൻഡന്റ് എന്നിങ്ങനെ. ഇനി എന്തൊക്കെയാണ് ക്യാബിൻ ക്രൂ പഠിച്ച വ്യക്തി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലികൾ? പാസഞ്ചർ സേഫ്റ്റി, യാത്രക്കാരുടെ സുരക്ഷ, വിമാനം സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെപ്പറ്റി യാത്രക്കാർക്ക് നിർദ്ദേശം നൽകുക. പാസഞ്ചർ സർവീസ്, ഭക്ഷണം, വെള്ളം, ബ്ലാങ്കറ്റ്, തലയണ എന്നിവ നൽകുക. യാത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇൻസ്പെക്ഷൻ ഓഫ് എയർക്രാഫ്റ്റ്, വിമാനത്തിന്റെ ആന്തരിക പരിശോധന, വിമാനം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക, വിമാനത്തിന്റെ ഉൾഭാഗം പരിശോധിക്കുക. അടുത്തതായിട്ട് അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുക. ഫയർ, ആക്സിഡന്റ് എന്നിവ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുയോജ്യമായ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുക. ഇത്തരം ജോലികളൊക്കെയാണ് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് പഠിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലികൾ. ഇനിയിപ്പോൾ സാധ്യതകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പെട്ടെന്ന് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എയർപോർട്ട് മേഖല. എയർലൈൻസും എയർപോർട്ടും ഉള്ളിടത്തോളം കാലം സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ക്യാബിൻ ക്രൂ മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ സ്കെയിലപ്പ് ആകണം എന്ന് വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ എങ്കിൽ ദിസ് കോഴ്സ് ഫോർ യു. അതുപോലെ തന്നെ ഒട്ടുമിക്ക പേരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും സംശയമാണ് ക്യാബിൻ ക്രൂ മേഖലയിൽ ജോലിക്ക് പോവാൻ, ക്യാബിൻ ക്രൂ ആവാൻ ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം, ഏവിയേഷൻ ആണോ എടുത്ത് പഠിക്കേണ്ടത് എന്നിങ്ങനെ സംശയം ഒട്ടുമിക്ക പേരൻസിനും സ്റ്റുഡൻസിനും ഉണ്ട്. ഞാൻ ഏവിയേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാബിൻ ക്രൂ ഈസ് ദ വൺ ഓഫ് ദി ജോബ് സെക്ടർ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏവിയേഷൻ പഠിച്ചുകൊണ്ട് മാത്രം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാബിൻ ക്രൂ മേഖലയിൽ ജോലിക്ക് കയറാൻ പറ്റില്ല. കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ശരിക്കും ക്യാബിൻ ക്രൂ ആവാൻ ഏത് കോഴ്സ് എടുത്തിട്ടാണ് പഠിക്കേണ്ടത്? ശരിക്കും ക്യാബിൻ ക്രൂ ആവാൻ ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കണമെന്നില്ല. പ്ലസ് ടു ഏതൊരു സ്ട്രീം എടുത്ത വിദ്യാർത്ഥികൾക്കും 50% ജബ് മാർക്കുണ്ടെങ്കിൽ ക്യാബിൻ ക്രൂ ആവാം. ഇനി ക്യാബിൻ ക്രൂ ആവാനുള്ള പ്രൊസീജിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് ജെറ്റ്, ഇൻഡിഗോ, ഖത്തർ എയർവേസ്, എയർ ഏഷ്യ, എയർ ഇന്ത്യ പോലുള്ള എയർലൈൻ കമ്പനികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാക്കൻസി നിങ്ങൾ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. റിട്ടൺ എക്സാം, എഴുത്തു പരീക്ഷ, ഗ്രൂപ്പ് ഡിസ്കഷൻ, പേഴ്സണൽ ഇൻ്റർവ്യൂ ഇതെല്ലാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 6 മാസത്തെ എയർ ഹോസ്റ്റസ് ട്രെയിനിങ് ഉണ്ടാകും. ഈ 6 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം അടുത്ത 6 മാസം നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. നിങ്ങൾ കുറച്ച് വർഷം എയർലൈൻസിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കും. ഇനി അടുത്തതായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെ തരം ആളുകൾക്കായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാബിൻ ക്രൂ ആവാൻ സാധിക്കുക? കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇത് നിങ്ങൾ പാസ്സായിരിക്കണം. ഏതൊക്കെയാണ് അവ? 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകൾക്കായിരിക്കും ക്യാബിൻ ക്രൂ ആകാൻ സാധിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റബിൾ ആയിരിക്കണം. നല്ല ആറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം. പെൺകുട്ടികൾക്ക് ഉയരം 5 അടി 3 ഇഞ്ചും ആൺകുട്ടികൾക്ക് ഉയരം 5 അടി 5 ഇഞ്ചും ഉണ്ടായിരിക്കണം. പ്രത്യേകതരം ബർത്ത് മാർക്കോ ഒന്നും തന്നെ മുഖത്ത് ഉണ്ടായിരിക്കാൻ പാടുകയില്ല. നല്ല കാഴ്ചശക്തിയും ഫിസിക്കലിയും മെന്റലും ഫിറ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അൺമാരിഡ് ആയിരിക്കണം. ശരീരത്തിൽ പുറമെ കാണുന്ന പാടുകളോ ടാറ്റോ ഒന്നും തന്നെ പാടുകയില്ല. ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി എന്നീ ഭാഷകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നീന്തലും അതുപോലെ തന്നെ പ്രധാനമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പാസ്സായെങ്കിൽ ദിസ് കോഴ്സ് ഫോർ യു. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഡിപ്ലോമ എടുത്തിട്ട് നേരെ ക്യാബിൻ ക്രൂവിലേക്ക് പോയേ പോരെ. പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാജുവേഷൻ ചെയ്തിട്ട് തന്നെ ക്യാബിൻ ക്രൂവിലേക്ക് പോവുക. ഇതൊരു ലൈഫ് ലോങ് ജോബാണ്. നമ്മൾ ജോലിക്ക് കയറിയതിന് ശേഷം പിന്നീട് ഒരു ഗ്രാജുവേഷൻ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി എത്രമാത്രം പോസിബിൾ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാബിൻ ക്രൂവിലേക്ക് കയറുന്നതിന് മുമ്പ് ഗ്രാജുവേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞപ്പോൾ എറണാകുളത്ത് BBA വിത്ത് ക്യാബിൻ ക്രൂ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് എന്നീ പ്രോഗ്രാംസ് കേരള അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന കോഴ്സ് ബെറ്റർ? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള, ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റാലിറ്റിയുള്ള, ടീം വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, അതുപോലെ തന്നെ പഠിക്കുവാനും
ഹാർഡ് വർക്ക് ചെയ്യാനും താല്പര്യമുള്ള വിദ്യാർത്ഥി മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും കാണിക്കണം. കാരണം അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ്. ഇനി എന്തൊക്കെയാണ് ഒരു വിദ്യാർത്ഥി ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? കോളേജിന്റെ അഫിലിയേഷൻ, കോഴ്സിന്റെ ഡ്യൂറേഷൻ, ഫാക്കൽറ്റിയുടെ യോഗ്യത, കോഴ്സിന്റെ സിലബസ്, പ്ലേസ്മെന്റ് റെക്കോർഡ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്റേൺഷിപ്പ്. നിങ്ങളുടെ കോളേജ് എയർലൈൻ മേഖലയുമായിട്ട് ഏതൊക്കെ കമ്പനികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾ ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ 100% സ്കോളർഷിപ്പോട് കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുകയും ചെയ്യുക.